നന്മ 24ലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രം മുതൽ ജഡ്ജിമുക്ക് ജംഗ്ഷൻ വരെ നടപ്പാതകൾ ഒരുങ്ങി, കൈവരികൾ സ്ഥാപിച്ചു. തൃക്കാക്കര MLA ഉമാ തോമസിന്റെ പ്രാദേശിക ഫണ്ടിൽ നിന്ന് അനുവദിച്ച 19,20,000 രൂപ മുടക്കിയാണ് PWD ഈ നിർമ്മാണം പൂർത്തീകരിച്ചത്. ഇതിന്റെ ഉദ്ഘാടനം ഇന്ന് തൃക്കാക്കര MLA ഉമാ തോമസ് നിർവഹിച്ചു. തൃക്കാക്കര നഗരസഭ ചെയർപേഴ്സൺ രാധാമണിപ്പിള്ള, വിവിധ തൃക്കാക്കര നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, നഗരസഭ വാർഡ് കൗൺസിലർമാർ, മറ്റ് പൊതുപ്രവർത്തകർ, സാമൂഹ്യ പ്രവർത്തകർ എല്ലാവരും പങ്കെടുത്ത വിപുലമായ ഉദ്ഘാടന ചടങ്ങ് ജഡ്ജിമുക്കിൽ നടന്നു. വളരെയധികം സന്തോഷമാണ് എനിക്ക് ഇത്തരം ഒരു കാര്യം ചെയ്തതിന്. കുട്ടികൾ, നമ്മളുടെ കുഞ്ഞുങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവർക്ക് ഒരു ഉപകാരപ്രദമായിട്ട് അവർക്ക് അപകടം കൂടാതെ വീട്ടിലെത്തണമെന്നും, അതുപോലെ പ്രായമായവരൊക്കെ ഇതിലേക്ക് കൂടി നടക്കുമ്പോൾ ഈ വാഹനങ്ങളെ പേടിച്ച് നടക്കാൻ പറ്റാത്ത രീതിയിലാവരുത് എന്നുള്ളതൊക്കെയാണ് ഞാൻ ചിന്തിച്ച കാര്യങ്ങള്. വർക്ക് നടന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് നീമിക്കേനെയാണ്. നീമിക്ക എന്നെ ഇങ്ങനെ ഒരു എത്രമാത്രം പ്രാവശ്യമാണ് ഇതിന് ഏറ്റവും കൂടുതൽ ഇതിനു വേണ്ടിയിട്ട് പ്രയത്നിച്ചത് നീമിക്കയാണെന്ന് പറയാതിരിക്കാൻ വയ്യ. ഈ ഒരു കാര്യത്തിന് വേണ്ടി ഇവിടുന്ന് കുട്ടികൾ പുറത്തിറങ്ങുമ്പോൾ 4 സ്കൂളുകളോളം ഉണ്ട് ഇവിടെ. ഈ സ്കൂളിൽ നിന്നുള്ള കുട്ടികൾ പുറത്തിറങ്ങുമ്പോൾ നേരെ വണ്ടി ഓടി വരികയാണ്. ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം കാണണമെന്ന് പറഞ്ഞപ്പോ ആദ്യം ഇതിന് ഒരു ഫുട്പാത്ത് പണിയാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ എനിക്ക് തന്നെ തോന്നി ഫുട്പാത്ത് പണിത് കഴിഞ്ഞാൽ ഇപ്പോൾ 2 വീലേഴ്സ് ഒക്കെ ഫുട്പാത്തിൽ കൂടെ ഓടിക്കൊണ്ട് പോകും. അപ്പൊ അതുകൊണ്ടൊരു പരിഹാരമല്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇതിനൊരു കൈവരി കൂടി പിടിപ്പിക്കണം എന്ന് ആഗ്രഹിച്ചത്. ഇപ്പൊ എനിക്ക് ഈ കൈവരി കൂടി കണ്ടു കഴിഞ്ഞപ്പോ തോന്നുന്നത് ഇതിനകത്ത് ഓരോ ചെടിയും കൂടി ഇടാൻ പറ്റുകയാണെങ്കിൽ ഇത്തിരി കൂടി ഭംഗിയായനെ. നമ്മുടെ ജഡ്ജിമുക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു സ്കൂൾ ഒന്നല്ല 3 സ്കൂളുണ്ട് ഇവിടെ. ചെറിയ ഹയർ സെക്കൻഡറിയും LP സ്കൂളും ഹൈസ്കൂളും എല്ലാം ഉള്ള ഒരു പ്രദേശമാണ്. റോഡ് വളരെ ചെറുതുമാണ്. എന്നാൽ തിങ്ങി ആളുകളും വണ്ടികളും പോകുന്ന കാഴ്ച നമുക്ക് ഇപ്പോഴും കാണാൻ സാധിക്കും. ഈ തിരക്കിനിടയിൽ കുട്ടികൾക്ക് നടന്നു പോകുന്നതിന് വേണ്ടിയിട്ട്, അതേപോലെ വഴിയാത്രക്കാർക്ക് പരിചയപ്രദമായ രീതിയിൽ പേടിക്കാതെ കടന്നു പോകാൻ ഒരു ഫുട്പാത്ത് കൈവരിയും ഇവിടെ നിർമ്മിച്ചു തന്നിട്ടുണ്ട്. അത് ഇവിടുന്ന് തൃക്കാക്കര അമ്പലം വരെയാണ്. എന്തായാലും തൃക്കാക്കര അപ്പന്റെ നാടാണ് നമ്മൾ തൃക്കാക്കരക്കാര്. അപ്പൊ ആ നാട്ടിലെ തൃക്കാക്കര അപ്പന്റെ നടവഴ നിർമ്മിച്ച് പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനിയും ബാക്കി ഭാഗം MLA ഫണ്ട് ഉപയോഗിച്ച് ഇവിടെ എസ്റ്റിമേറ്റ് എടുത്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. കാർഡിനൽ ഹൈസ്കൂളിലെയും ദാറുസ്സലാം LP സ്കൂളിലെയും കാർഡിനൽ LP സ്കൂളിലെ വിദ്യാർത്ഥികളെല്ലാം നടന്നു പോകുന്ന ഒരു റോഡാണിത്. അതിന്റെ സൈഡിൽ കൈവരി നടപ്പാതെ വെച്ചപ്പോൾ നല്ല വൃത്തിയായി കുട്ടികൾക്ക് ഒരു പേടിയും കൂടാതെ നടന്നു പോകാനുള്ള അവസരം ഏതായാലും MLA ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഏതായാലും MLAക്ക് നന്ദി പറയുകയാണ്. നമ്മുടെ പ്രിയങ്കരിയായ MLA ശ്രീമതി ഉമാ തോമസ് തൃക്കാക്കരയ്ക്ക് ഇന്ന് തന്ന കൈനീട്ടം തീർച്ചയായും ഏറ്റവും ഉപകാരപ്രദമായ ഒരു പദ്ധതിയായി മാറിയിരിക്കുകയാണ്. നമ്മുടെ തൃക്കാക്കരയിലെ റോഡുകൾ എടുത്ത് നോക്കിയാൽ കാക്കനാട് സിവിൽ ലൈൻ റോഡ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തിരക്കുള്ള റോഡാണ് എടപ്പള്ളി പുക്കാട്ടുപടി റോഡ്. പ്രത്യേകിച്ച് അത് ജഡ്ജിമുക്കി വരുമ്പോഴത്തേനും വലിയൊരു ബോട്ടിൽനെക്ക് ആവുകയാണ്. ഈ ഇത്ര വീതി കുറഞ്ഞ പ്രദേശത്താണെന്നാൽ ഏറ്റവും കൂടുതൽ സ്കൂളുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അതിനേക്കാൾ ഉപരി തൃക്കാക്കര അമ്പലം അടക്കമുള്ള ഒരുപാട് ആളുകൾ വന്നു പോകുന്ന ഒരു പ്രദേശമായി മാറി. ഇവിടെ തന്നെ ഇങ്ങനെ ഒരു ഫുട്പാത്തും ഒരു പ്രത്യേകിച്ച് കൈവരിയും കൂടി കൊടുത്തപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് മാതാപിതാക്കൾക്ക് ധൈര്യമായിട്ട് സ്കൂളിലേക്ക് അയക്കാവുന്ന ഒരു സാഹചര്യമാണ് ഇത് ഒരുക്കിയിരിക്കുന്നത്. ഇത്ര തിരക്കേറിയ വഴി കൂടെ എങ്ങനെയാണ് കുട്ടികൾ സ്കൂളിലേക്ക് നടന്നെത്തുക എന്നുള്ള ഒരു ആശങ്ക നമ്മൾക്കിതിലെ വണ്ടിയെ പോകുമ്പോൾ പോലും തോന്നാറുണ്ട്.
നമ്മൾ പാലാരിവട്ടത്തു നിന്ന് കാക്കനാടിലേക്ക് സാധാരണ ട്രാഫിക് ബ്ലോക്ക് കാരണം പലപ്പോഴും ടോൾ വഴി കറങ്ങി വരണ സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. എറണാകുളത്ത് നിന്ന് വരുമ്പോൾ നേരെ പാലാരിവട്ടം വഴി കാക്കനാട് പോരുന്നതിന് പകരം ട്രാഫിക് കുരിക്കുന്ന രക്ഷപ്പെടാനായി ചിലപ്പോഴെങ്കിലും നമ്മൾ ഈ വഴി ആണ് കൂടുതലും സഞ്ചരിക്കുക. അപ്പോഴെല്ലാം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു ഏരിയയാണ് ഇവിടുത്തെ ഈ ബോട്ടിലിനേക്കും ട്രാഫിക് കുരുക്കും. അപ്പോൾ അതിൻ്റെ ഒരു ആദ്യ പടിയോ എന്നോളമാണ് ഈ ഫുട്പാത്തും കൈവരിയും നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു പദ്ധതി ഇതൊരു പ്രധാനപ്പെട്ട തുടക്കമാവട്ടെ. ഇതുപോലെ നമ്മുടെ എല്ലാ പ്രധാനപ്പെട്ട റോഡുകളുടെയും സൈഡിൽ ഇതുപോലെ ഫുട്പാത്തും കൈവരികളും അതോടൊപ്പം തന്നെ ബസ് ബേസും പല സ്ഥലങ്ങളിലും ഏറ്റവും തിരക്കേറിയ സ്ഥലങ്ങളിലാണ് ബസ് നിർത്തുന്നത്. അതിന് പകരം കുറച്ച് വീതി കൂടിയ സ്ഥലങ്ങളിലേക്ക് മാറ്റി ബസ് ബേ അറേഞ്ച് ചെയ്തിട്ട് അങ്ങനെ ബസ് മാറ്റി നിർത്തുന്ന വഴി വലിയ കുറെയെങ്കിലും ഈ ട്രാഫിക് കുരുക്കിന് പരിഹാരം കണ്ടെത്താൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം. ഞാൻ തൃക്കാക്കര ജഡ്ജിമുഖ ഭാഗത്താണ് താമസിക്കുന്നത്. ഇവിടെ തൃക്കാക്കര കാക്കനാട് സ്കൂള്, ദാറുസ്സലാം LP സ്കൂള് എന്നീ 2 സ്ഥലങ്ങളിലും കുട്ടികൾ വളരെ ബുദ്ധിമുട്ടിയാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. കുട്ടികൾ നടപ്പാതയില്ലാണ്ട് ബുദ്ധിമുട്ടുന്ന സ്ഥലമാണിത്. ആ സ്ഥലത്ത് നല്ലൊരു നടപ്പാത ഉണ്ടാക്കി ഉമാ തോമസിന്റെ ഫണ്ട് കൊണ്ട് ഇത്ര നല്ല രീതിയിൽ പണി പൂർത്തീകരിച്ച് നമ്മുടെ മക്കളുടെ സുരക്ഷയ്ക്ക് വേണ്ടി 2000-ഓളം കുട്ടികൾ പഠിക്കുന്ന കാർഡിനൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ബഹുമാനപ്പെട്ട MLA അത്യന്താപേക്ഷിതമായി ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ കാണയുടെ മുകളിൽ ടൈല് വിരിക്കുകയും സൈഡ് കെട്ടുകയും ചെയ്ത് നമ്മുടെ മക്കളെ സുരക്ഷ ഉറപ്പാക്കുകയാണ് ചെയ്തത്. ഇവിടെ ഏറ്റവും തിരക്ക് കൂടിയ ഈ ജംഗ്ഷനിൽ ഇതേപോലുള്ള സംവിധാനം ഒരുക്കിയത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് നമ്മൾ ഈ സ്കൂളിന്റെ അധികാരികൾ കാണുന്നത്, സ്കൂളിന്റെ രക്ഷിതാക്കൾ കാണുന്നത്, കുട്ടികൾ കാണുന്നത്, മാനേജ്മെന്റ് കാണുന്നത്. ഏതായാലും ഇതേപോലെയുള്ള സംരംഭം ഒരുക്കിയ അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്ത ഇവിടെയുള്ള നാട്ടുകാരോടും ബഹുമാനപ്പെട്ട MLAയോടും ഉള്ള അഗൈതവുമായ നന്ദിയും കടപ്പാടും ഈ കാർഡിനൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പേരിൽ അർപ്പിക്കുകയാണ്. 40-45 കൊല്ലമായിട്ടുള്ള ഒരു ആവശ്യമാണ് ഒന്ന് ഇവിടെ പ്രാവർത്തികമായേക്കണത്. അത് നമ്മുടെ MLA ഉമാ തോമസിന്റെ ഒറ്റ ഇതുകൊണ്ടും പിന്നെ കോൺട്രാക്ടിന്റെ പേരിൽ നല്ല രീതിയിൽ വർക്ക് നടത്തിയിട്ടുണ്ട്. അതിൽ ഞങ്ങൾക്ക് വലിയ ആത്മാർത്ഥതയുണ്ട്. സ്കൂളിന്റെ മുമ്പിൽ തന്നെയാണ്. ഇനി ഇവിടെ ഒരു തീവ്രാലയം കൂടി വച്ചു കിട്ടിയാൽ ഞങ്ങൾ കൃതാർത്ഥരായി. ഇതിന്റെ എടുത്തു പറയേണ്ട സവിശേഷതകൾ 3 മാസത്തിനുള്ളിൽ ഇതിന്റെ വർക്ക് പൂർണ്ണമായും പൂർത്തീകരിച്ചു എന്നുള്ളതാണ്. ഏകദേശം 1/2 കിലോമീറ്റർ ദൂരം കഴിഞ്ഞ നവംബർ 10-ാം തീയതി ഈ പ്രവൃത്തി ആരംഭിക്കുന്നു. ഈ ഫെബ്രുവരി 6-ാം തീയതിക്കുള്ളിൽ നിർമ്മാണം പൂർത്തീകരിക്കുന്നു. വളരെ മനോഹരമായ രീതിയിൽ തന്നെയാണ് ഇതിന്റെ നിർമ്മാണ പ്രവൃത്തികൾ നടന്നിട്ടുള്ളത്. ഏതായാലും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച PWD ഉദ്യോഗസ്ഥരെയും അതുപോലെ തന്നെ ഈ പ്രവൃത്തി ചെയ്തത് ഷംസു എന്ന ഒരു കോൺട്രാക്റ്റാണെന്ന് മനസ്സിലാക്കുന്നു. ഏതായാലും എല്ലാവരെയും നന്മ 24 അഭിനന്ദിക്കുന്നു. ഇതുപോലെയുള്ള നന്മയുള്ള പ്രവൃത്തികൾ വേഗത്തിലും ഗുണനിലവാരത്തിലും നിർമ്മിക്കാൻ ഇനിയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും മറ്റ് ജനപ്രതിനിധികൾക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാൻ പ്രദീപ്, ന്യൂ ഇന്ത്യ, നന്മ 24.